നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അടുത്തിടെയായിരുന്നു ദുർഗ കൃഷ്ണ അമ്മയായത്. യൂട്യൂബ് ചാനലിലൂടെയായി പ്രഗ്നൻസി വിശേഷങ്ങളെല്ലാം ദുർഗ പങ്കുവച്ചിരുന്നു. ഭർത്താവിനും മോൾക്കുമൊപ്പമായി ഞാനും പിറന്നാൾ ആഘോഷിക്കും ഇനി അങ്ങോട്ട് എന്നായിരുന്നു മകളുടെ ജനനശേഷം ദുർഗ പറഞ്ഞത്. 2021 ഏപ്രിലിലായിരുന്നു ദുർഗ കൃഷ്ണയും നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുനുമായുള്ള വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങൾക്കിപ്പുറമാണ് ഇരുവരുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി എത്തിയിരിക്കുന്നത്. പ്രസവശേഷം വേണ്ടപ്പെട്ടവരിൽ നിന്നും കെയർ കിട്ടിയില്ല എങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇപ്പോഴിതാ പ്രസവാനന്തരം ഒരു സ്ത്രീ കടന്നു പോകുന്ന കടുത്ത മാനസിക സംഘർഷങ്ങളെയും ഏകാന്തതയെയും കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ദുർഗ കൃഷ്ണ. താൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് സോഷ്യൽ മീഡിയ പേജിൽ പങ്കിട്ട കുറിപ്പിലൂടെ ദുർഗ തുറന്നു പറഞ്ഞു. ഭർത്താവിൽ നിന്നും സ്നേഹവും പരിചരണവും ലഭിക്കാത്തതാണ് ഏറെ തളർത്തിയത് എന്നും ദുർഗ പറഞ്ഞു. പ്രസവാനന്തരം ആരും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാത്ത ഏറ്റവും പ്രയാസമേറിയ കാര്യം എന്താണ് എന്ന പ്രേക്ഷകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ദുർഗയുടെ കുറിപ്പ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു, പക്ഷേ നിങ്ങളെ ആര് ചേർത്ത് പിടിക്കുന്നു എന്ന ഹൃദയഭേദകമായ ചോദ്യത്തോടെയാണ് ദുർഗ തന്റെ അവസ്ഥ ലോകത്തിന് മുന്നിൽ പങ്കുവച്ചത്. ഗർഭകാലത്ത് തന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന പങ്കാളി ഇപ്പോൾ തന്നെ കാണുന്നില്ല എന്നും അദ്ദേഹം കേവലം ഒരു കോ പാരന്റ് മാത്രമായി മാറിയെന്നും ദുർഗ പറയുന്നു. തന്റെ കരിയറും ശരീരവും ഉറക്കവും ആരോഗ്യവും വരെ ത്യാഗം ചെയ്താണ് ഒരു ജീവന് ജന്മം നൽകിയതെന്നും എന്നാൽ ആ സമയമെല്ലാം ഭർത്താവ് മറ്റൊരു മുറിയിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു എന്നും നടി വേദനയോടെ കുറിച്ചു. എനിക്കിത് ഉറക്കെ പറയേണ്ടതുണ്ട്. എന്റെ കുഞ്ഞിനോട് എനിക്ക് അമിതമായ സ്നേഹമാണ്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകാത്ത ആഴത്തിലുള്ള ഒരു സങ്കടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ സ്നേഹക്കൂടുതലിനിടയിൽ ഞാൻ ശ്വാസം മുട്ടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതായും പകരം ഒരു കോ പാരന്റിനെ മാത്രം ലഭിച്ചതായും തോന്നുന്നു. ഗർഭകാലത്ത് എന്നെ നോക്കിയിരുന്ന ആ വ്യക്തി എവിടെയോ മറഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ കുഞ്ഞിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ അവിടെ അദൃശ്യയായി മാറി. കരിയറും ശരീരവും ആരോഗ്യവും ഉറക്കമെല്ലാം കുഞ്ഞിനായി ത്യാഗം ചെയ്തത് ഞാനാണ്. എന്നാൽ രാത്രിയിൽ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഭർത്താവ് മറ്റൊരു മുറിയിൽ ഉറങ്ങുകയാണ്. എന്റെ ശേഷിക്കുന്ന കരുത്ത് ഉപയോഗിച്ച് ഞാൻ കുഞ്ഞിനെ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നെ താങ്ങാൻ ആരുമില്ലാത്തതിനാൽ എന്റെ കൈകൾ വിറയ്ക്കുന്നു. എനിക്ക് എന്റെ വിവാഹ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ഞാൻ സൃഷ്ടിച്ച ഈ ജീവനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ ഏകാന്തത എന്നെ വിഷാദത്തിലാക്കുന്നു എന്നായിരുന്നു ദുർഗയുടെ കുറിപ്പ്. താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുകയാണ്. നടിയുടെ തുറന്നു പറച്ചിൽ വൈറലായപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. പലരും തുറന്നു പറയാൻ മടിക്കുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയമാണെന്നാണ് ചിലർ പറഞ്ഞത്. അതേസമയം വളരെ പേഴ്സണലായ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാതെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടതിന് മറ്റു ചിലർ ദുർഗയെ വിമർശിച്ചു. സത്യം പറഞ്ഞാൽ പ്രസവാനന്തര കാലഘട്ടത്തിന്റെ ഈ വശത്തെക്കുറിച്ച് ദുർഗയെ പോലുള്ളവർക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. പുതിയ അമ്മമാരെ അവരുടെ വികാരങ്ങൾ സാധാരണമാണെന്നും അവർ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത് എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ഇനിയെങ്കിലും ഭർത്താവ് ദുർഗയെ ചേർത്ത് പിടിക്കുമെന്ന് കരുതുന്നു എന്നായിരുന്നു ഒരു കമന്റ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ദുർഗയെ പോലൊരാൾ വ്യക്തി ജീവിതത്തിലെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ പങ്കിട്ടത് ശരിയായ തീരുമാനമായി തോന്നുന്നില്ല എന്നും ചിലർ കുറിച്ചു. നമ്മളിൽ പലർക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് അറിയാം. പക്ഷേ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പല സ്ത്രീകളും പ്രസവശേഷം ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അവിടെ അവർ തങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്നു. പുരുഷന്മാരിലും ഇത് സംഭവിക്കുന്നു. ചിലർക്ക് അവരുടെ ജീവിതം കുഞ്ഞിനെ ചുറ്റിപ്പറ്റി മാത്രമായി തീരും. ഭാര്യയുമായി അതിനു മുമ്പുണ്ടായിരുന്ന സ്നേഹവും ബോണ്ടിങ്ങും പോലും ഇല്ലാതാകും. അതിനാൽ ദുർഗ പങ്കുവച്ച വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നായിരുന്നു മറുപടി കമന്റുകൾ. 2021 ദുർഗയും അർജുൻ രവീന്ദ്രനും വിവാഹിതരായത്. 2025 നവംബറിലാണ് ഇവർക്കൊരു പെൺകുഞ്ഞ് പിറന്നത്. പ്രസവശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥതകളെക്കുറിച്ച് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പലരും മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ നിന്ന് ഇത്തരം വെളിപ്പെടുത്തലുകൾ കുറവാണ്. വിമാനം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ദുർഗ ഉടൽ, പ്രേതം 2, കുട്ടിമാമ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമാണ്. 2024 പുറത്തിറങ്ങിയ തങ്കമണിയിലാണ് ദുർഗ അവസാനമായി അഭിനയിച്ചത്. മോഹൻലാൽ ചിത്രം റാമാണ് ദുർഗയുടെ ഇനി പുറത്തിറങ്ങാനുള്ള പ്രധാന സിനിമ.
അതേസമയം 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദുർഗയ്ക്ക് കുഞ്ഞു പിറക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ സുഖകരമായ ഗർഭകാലം ഒന്നും ആയിരുന്നില്ല ദുർഗയുടേത്. കോവിഡ് അടക്കം പിടിപെട്ടിരുന്നു. ദുർഗയുടെ ഡെലിവറി എക്സ്പീരിയൻസ് പങ്കുവച്ചുകൊണ്ടുള്ള വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു ദുർഗയ്ക്ക് പറഞ്ഞിരുന്നത്. അത് സാധ്യമാകാതെ വന്നതോടെയാണ് സിസേറിയൻ ചെയ്തത്. നവംബർ 3-നാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. 4-ാം തീയതി പ്രസവിച്ചു. 5-ാം തീയതി ഡിസ്ചാർജ് ആയി. ബേബിയുടെ എല്ലാം ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു. എല്ലാം ഓക്കെയാണ്. മെഡിക്കൽ ടെസ്റ്റിൽ വന്ന ശേഷം ഒരു ഹോംലി ഫീൽ ആയിരുന്നു. നഴ്സുമാർ ഇപ്പോൾ കുഞ്ഞിന്റെ സുഹൃത്തുക്കളെ പോലെയാണ്. അവരുടെ സാമീപ്യം അറിഞ്ഞാലുടൻ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഞാൻ വിളിച്ചില്ലെങ്കിലും ഏത് പാതിരാത്രിയിലും ആശുപത്രിയിലെ നഴ്സുമാരും ഡോക്ടർമാരും എനിക്ക് സപ്പോർട്ടായി ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സിസേറിയനിലേക്ക് പോകേണ്ടി വന്നു. സർജറിക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വന്നത് ഹേ ഗൈസ് എന്നും പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു സർജറി കഴിഞ്ഞ് ഒരാൾ അത്രത്തോളം വൈബോടുകൂടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴെന്ന് എല്ലാവരും പറഞ്ഞു. ഡോക്ടേഴ്സും സ്റ്റാഫുകളും എല്ലാം നമ്മളോട് അത്രയേറെ ഫ്രണ്ട്ലിയാണ്. എന്റെ ഡോക്ടറായ സൂര്യ ജയറാമിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മുൻപ് എനിക്ക് PCOD ഉണ്ടായിരുന്നു. അതിന് മാമാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് മാമിനെ നല്ല പരിചയമുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ ഓടി വരുന്നതും മെഡിക്കൽ ടെസ്റ്റിലേക്കാണ്. അതുകൊണ്ടാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും മെഡിക്കൽ ടെസ്റ്റ് തന്നെ തിരഞ്ഞെടുത്തത്. 0% ആണ് എന്റെ പെയിൻ ടോളറൻസ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രസവിക്കും എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. പിന്നെ വേറെ വഴിയില്ലല്ലോ, ഗർഭിണിയായാൽ പ്രസവിച്ചേ പറ്റൂ. അതിൽ നിന്നും എസ്കേപ്പ് ആകാൻ പറ്റില്ല. പ്രസവം അടുത്തപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അത്രയും കൂളായാണ് സർജറി സമയത്ത് ഇരുന്നത്. ഭയങ്കര ചില്ലായിരുന്നു. ഞാനും ഡോക്ടറും പരസ്പരം കഥകളൊക്കെ പറഞ്ഞാണ് ആ പ്രോസസ്സ് തീർത്തത്. എനിക്ക് ബോറടിച്ചതേയില്ല. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ശേഷവും സർജറിയുടെ ക്ഷീണമൊന്നും എനിക്ക് തോന്നിയതേയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മൈൻഡ് കൊണ്ട് അത്രയും റിലാക്സ്ഡ് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് ബോഡി വീക്കായതായി തോന്നിയില്ല. പിറ്റേ ദിവസം മുതൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. സ്റ്റിച്ച് എങ്ങനെയാണ്, നടക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എല്ലാം ഇതുവരെ നന്നായി പോകുന്നു. എന്റെ കാര്യങ്ങൾ ഞാൻ സ്വന്തമായി ചെയ്തു തുടങ്ങി എന്നായിരുന്നു അന്ന് ദുർഗ പറഞ്ഞിരുന്നത്. മെഡിക്കൽ ടെസ്റ്റിൽ കിട്ടിയ കെയർ വീട്ടിലും കിട്ടുമോ എന്നാണ് സംശയം. കുഞ്ഞുമായി വീട്ടിലേക്ക് വന്നപ്പോൾ വേറൊരു ഫീൽ. ലൈഫിൽ ഒരു പ്രൊമോഷൻ കിട്ടിയതുപോലെ. പ്രാർത്ഥിച്ചവർക്ക് ഒരുപാട് നന്ദി എന്നാണ് ദുർഗ അന്ന് കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ദുർഗയുടെ ഭർത്താവിന്റെ ബർത്ത്ഡേക്ക് തന്നെയാണ് മകളും പിറന്നത് എന്നത് ഇരട്ടി സന്തോഷമാണ് ദുർഗയ്ക്കും നൽകിയിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.